ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ ഒരു കുടുംബത്തിൻ്റെ ത്യാഗസമ്പൂർണമായ ചെറിയൊരു ചരിത്രം നിങ്ങൾക്കറിയുന്ന പാട്ടിലൂടെ അവതരിപ്പിക്കുകയാണ്. അതിൽ സംവത്സരങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ ഒരു പ്രവാചകൻ രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു അത്ഭുതകരമായ ഒരു സംഭവം നടക്കുകയാണ്. എന്താണത്? ആരാണ്? അതെ, ആരാണ് ആ പ്രവാചകൻ? വിശുദ്ധ ഖുർആനിൽ താങ്കൾ ഒരു പ്രസ്ഥാനമാണ്, ഇബ്രാഹിം ഒരു ഉമ്മത്താണ്, ഒരു വ്യക്തി ഒരു പ്രസ്ഥാനമാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അങ്ങ് ഫലസ്തീനിൽ നിന്ന് രാത്രി ഉറങ്ങുമ്പോൾ അത്യധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വപ്നം കണ്ടു. എന്താണല്ലേ ആ സ്വപ്നം? അത്യധികം അമ്പരപ്പുളവാക്കുന്ന സ്വപ്നം. അതെ, തനിക്ക് കാലങ്ങൾക്ക് ശേഷം വാർദ്ധക്യത്തിന്റെ അവസാന സമയത്ത് കിട്ടിയ, താൻ ആശിച്ച മഹാനായ ഇസ്മായിൽ എന്ന് പറയുന്ന കുഞ്ഞുമകൻ ഓടിച്ചാടി നടക്കുന്ന പ്രായം, ഫലമ്മാ ബലഅ സഅയ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഓടിച്ചാടി നടക്കുന്ന തന്റെ പുന്നാരമകൻ, അങ്ങ് മക്കയിലുള്ള മകനെ അറുക്കണം എന്ന ഏകനായ അല്ലാഹുവിന്റെ ഒരു കൽപ്പന സ്വപ്നരൂപത്തിൽ വന്നപ്പോ അത് സത്യമാണ് എന്ന് സ്വപ്നം ആവർത്തിച്ചു വന്നപ്പോ അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഫലസ്തീനിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിന്റെ, തന്റെ യജമാനനായ അള്ളാഹു പറഞ്ഞ തീരുമാനം നടപ്പിലാക്കുക എന്ന് പറയുന്നത് അടിമയുടെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അനുസരണശീലമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാം മെല്ലെ മെല്ലെ നേരെ മക്കയിലേക്ക് വന്നിട്ട് തന്റെ പ്രിയതമ ഹാജറയോട് ഈ വിവരം പറയുമ്പോൾ ഹാജറയുടെ നിലപാട് എന്താണ് നമുക്ക് പരിശോധിച്ചു നോക്കാം. അതെ, ഈ ഒരു വിവരം ഹാജറ ബീവി ആദ്യം കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ദിവസങ്ങൾക്ക് ശേഷം വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്വീകരിച്ച് ഭർത്താവ് പറയുന്നത്, ഹാജറ, നമ്മുടെ പുന്നാരമകൻ ഇസ്മായിലിനെ അള്ളാഹുവിന് വേണ്ടി അറുക്കണം എന്നാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ തന്റെ ഭർത്താവ് ഒരിക്കലും വെറുതെ പറയില്ല. തന്റെ ഭർത്താവ് ക്രൂരനല്ല, കുടുംബ സ്നേഹമുള്ളവനാണെന്നറിയാം. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ് എന്ന് മനസ്സിലാക്കി ആ വിവരം സബൂറോടുകൂടി, ക്ഷമയോടുകൂടി ഏറ്റെടുക്കുകയാണ് ഹാജറ ബീവി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിലിനെ അടുത്തു വരുത്തിയിട്ട് ഹാജറ ബീവി പറയുകയാണ്, കരയുന്ന കരിലാളെ കരളാലെ കഥയും വിരുത്തി നബി ചെല്ലുന്നേ വിധിയെന്നിൽ നടത്തുവാൻ മടിക്കേണ്ടെന്ന് വിരുത്തി നബി ചെല്ലുന്നേ വിധിയെന്നിൽ നടത്തുവാൻ മടിക്കേണ്ടെന്ന്. പുന്നാരമകനെ അടുത്ത് വരുത്തിയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. മോനെ, നിന്നെ അറുക്കണം എന്ന കൽപ്പന ഉപ്പയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, മോന്റെ അഭിപ്രായം എന്താണ്? മോൻ പറഞ്ഞു, ഉമ്മ ബേജാറാവേണ്ട, അള്ളാഹുവിന്റെ തീരുമാനല്ലേ, അത് നടപ്പിലാക്കിക്കോളൂ, എനിക്കത് കുഴപ്പമില്ല
എന്ന് പറഞ്ഞപ്പോ തന്റെ മകനെ അള്ളാഹുവിലേക്ക് കൊടുക്കാനുള്ള ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഹാജറ ബീവി അതാ തന്റെ മകനെ കുളിപ്പിച്ച് അണിയിച്ച് ഒരുക്കുകയാണ്. മഹദിയം ഹാജറ മോനയെടുത്ത് മതിമയിൽ പുതുമരം പോലെ ചമയ്ത്ത് മതിലമ്പ് പൂമുഖം മുത്തി മണയ്ത്ത് മൊഴിയുന്നു മാതാവപ്പോൾ കാണാൻ ഞാൻ നിന്നെ മന്നാന്റെ വീതിയെങ്കിൽ സുവർഗത്തിന്ന് മൊഴിയുന്നു മാതാവപ്പോൾ കാണാൻ ഞാൻ നിന്നെ മന്നാന്റെ വീതിയെങ്കിൽ സുവർഗത്തിന്ന്. അതെ, അള്ളാഹുവിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുന്ന പുന്നാര മകനെ കുളിപ്പിച്ച് നല്ല വസ്ത്രം ധരിപ്പിച്ചു, പുതുമാരനെ പോലെ ചമയിപ്പിച്ചു, നല്ല ഭക്ഷണം കൊടുത്തു. മകനും പിതാവിനും നല്ല ഭക്ഷണം കൊടുത്തു. എന്നിട്ട് ഉമ്മ തന്റെ മകനെ ഇനി കാണുകയില്ലല്ലോ, അള്ളാഹുവിലേക്ക് പോകുന്ന തന്റെ മകനെ ഇനി സ്വർഗത്തിൽ വെച്ചല്ലേ കാണാൻ പറ്റുകയുള്ളൂ എന്നോർത്തുകൊണ്ട് തന്റെ മകന് 1000 ചുടുചുംബനകൾ നൽകിക്കൊണ്ട് പറഞ്ഞു, മോനെ ഇസ്മായിലെ, നീ ക്ഷമിക്കൂ, നാളെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് കാണാമെന്ന് പറഞ്ഞിട്ട് മകനെയും അതുപോലെ തന്നെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഹാജറ ബീവി യാത്രയയക്കുകയാണ്. അങ്ങനെ ഇരുവരും പോവുകയാണ്. അഹദവൻ വിധിയത് നടത്തുക തന്നെ അരമപ്പ മകനത് മുന്നേ അടുത്തൊരു മലയുടെ ചെരുവിലും ചെന്നൂടൻ പിതാവോടായി സൂതക്കൂറുന്നേ പൊന്നാളം കാരൂതാതെ അറുക്കോവന്നെ ചെന്നോടൻ പിതാവോട് സൂതക്കൂറുന്നേ പൊന്നാളം കാരൂതാതെ അറുക്കോവന്നെ. അതെ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഇബ്രാഹിമിനെയും തന്റെ പുന്നാര മകൻ ഇസ്മായിലിനെയും യാത്രയയച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് യാത്രയയക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകന്റെ കയ്യും പിടിച്ചുകൊണ്ട് അതാ മിനയുടെ സമീപത്തേക്ക് എത്തുകയാണ്. അങ്ങനെ മിനയുടെ തായ്വാരത്തിലേക്ക് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തന്റെ മകൻ ഇസ്മായിലിനെ അവിടെ കിടത്തുകയാണ്. അറുക്കാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ ഉപ്പയുടെ മുഖത്തേക്ക് ഒരു വേദന തോന്നിയപ്പോ, ഉപ്പയുടെ മുഖത്തേക്ക് ഒരു വല്ലാത്ത ആ ദുഃഖത്തിന്റെ അല്ലെങ്കിൽ ഉപ്പയുടെ മുഖത്ത് ഒരു പ്രയാസം തോന്നിയപ്പോ മകൻ പറഞ്ഞു, യാ അബതിഫ്അൽ തുമർ, എന്റെ പൊന്നു പിതാവേ, അള്ളാഹു കൽപ്പിച്ചതുപോലെ ചെയ്തോളൂ, എനിക്ക് പ്രശ്നമില്ല. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നാളെ സ്വർഗവാസികളുടെ കൂട്ടത്തിൽ, ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് മകനതാ ഉപ്പാനോട് പറയാണ്, അള്ളാന്റെ തീരുമാനം നടപ്പിലാക്കൂ എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബി അതാ ലോകത്തെ സാക്ഷി നിർത്തിക്കൊണ്ട്, ആകാശ ലോകങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അതാ ആ ഒരു കൃത്യത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇബ്രാഹിം നബിയുള്ള ഉടനെടുത്ത് ഇറങ്ങണത് പോലെ വാളമെടുത്ത് ഇസ്മായിൽ നബി തന്റെ കഴുത്തിലറുത്ത് നിലവില്ല കഴുത്തോട്ടം മുറിഞ്ഞില്ലെന്നേ ക്ഷണമിബ്രാഹിം നബി ചൊടിയും വന്നേ നിലമില്ല കഴുത്തോട്ടം മുറിഞ്ഞില്ലെന്നേ ക്ഷണമിബ്രാഹിം നബി ചൊടിയും വന്നേ. അതെ, ആകാശ ലോകങ്ങൾ സാക്ഷി നിൽക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമത തന്റെ മകനെ അറുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ മൂർച്ചയേറിയ കത്തിയാണ്. പക്ഷേ അല്ലാഹുവിന്റെ തീരുമാനം ആ കത്തിക്ക് മൂർച്ച കുറച്ചു കൊടുക്കുകയാണ്. കത്തി തന്റെ മകൻ ഇസ്മായിലിന്റെ കഴുത്തിലേക്ക് വെച്ചപ്പോ മുറിയുന്നില്ല, നിണമില്ല, കൈത്തൊട്ടും മുറിയുന്നില്ല. ഇബ്രാഹിം നബിക്ക് വല്ലാതെ പ്രയാസം വരികയാണ്. ആ സമയത്തതാ ആകാശ ലോകത്തുനിന്ന് ഒരു വിളിയാളം വരികയാണ്, യാ ഇബ്രാഹിം. ഇബ്രാഹിമിനെ അയിലുള്ള ആറു പോരാട്,
ഇസ്ലാമിൽ വന്നോരോ രീതി. അതെ, ആകാശ ലോകത്ത് നോക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയാണ്. ജിബ്രീൽ ഒരാടിനെയുമായിട്ടാണ് വന്നത്. ജിബ്രീൽ പറഞ്ഞു, യാ ഇബ്രാഹിം, അല്ലാഹു പറഞ്ഞ ആ സ്വപ്നം താങ്കളതാ വിജയിച്ചിരിക്കുന്നു. ഇനി മകനെ അറുക്കേണ്ട, ഇസ്മായിലിനെ മാറ്റിക്കടത്തു എന്ന് പറഞ്ഞിട്ട് ജിബ്രീൽ സ്വർഗ്ഗത്തിൽ കൊണ്ടുവന്ന ആടിനെ കടത്തുന്നു. എന്നിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അറുക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ജിബ്രീൽ അലൈഹിസ്സലാമും അതാ അവരെ സാക്ഷികളാവുകയാണ്. അങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹി. ആ വലിയ പരീക്ഷണത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജയിക്കുന്നു. സന്തോഷത്തോടെ തക്ബീർ മുഴക്കുന്നു. അതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഉളുഹിയ്യത്ത് കർമ്മം നടത്തുന്നത്. അള്ളാഹു നമ്മിൽ സ്വീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കേട്ട നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.